ഒക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ രണ്ട് പേരിൽ ഒരാൾ കപ്പ് അടിക്കും. കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രാൻഡ് ഫൈനൽ വരാൻ ഇനിയിപ്പോൾ 2 ദിവസം കൂടി. ഈ 2 ദിവസം അവിടെ ബിഗ് ബോസിനകത്തും പുറത്തും ഒരുപാട് വിവാദങ്ങളും അനുമോളുടെ PR അടക്കമുള്ള വിവാദകരമായ പിന്നിയുടെ വാക്കുകളും ഇപ്പോൾ ജനങ്ങൾ എല്ലാവരും ടെൻഷനിലാണ്. ആരായിരിക്കും ബിഗ് ബോസ് സീസൺ 7 വിജയി എന്നറിയാം. ആരായിരിക്കും ബിഗ് ബോസ് സീസൺ 7 വിജയി? 2 പേര് ബിഗ് ബോസ് സീസൺ 7 1ാം സ്ഥാനോ 2ാം സ്ഥാനോ ഈ 2 പേർക്കാണ്. ഈ 2 പേരിൽ ആര് കപ്പടിക്കും എന്നാണ് ജനങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത്. 1ാം സ്ഥാനത്ത് അനുമോളാണ്. ഇപ്പോഴും അനുമോളുടെ ലീഡിങ് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. മറ്റുള്ളവർ അനുമോളെ താഴ്ത്തിക്കെട്ടാൻ നോക്കുമ്പോൾ ജനങ്ങൾ അനുമോളെ ഏറ്റെടുത്ത് 1ാം സ്ഥാനത്ത് ഇപ്പോഴും വോട്ടിങ്ങിൽ അനുമോളാണ്. 2ാം സ്ഥാനത്ത് അനീഷാണ്. ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ വ്യക്തി കോമണറായി വന്ന് ജനങ്ങളുടെ ഹൃദയങ്ങൾ കീഴടക്കിയ അനീഷ്. പിന്നെ 3ാം സ്ഥാനത്ത് വരുന്ന ഷാനവാസാണ്. ഷാനവാസ് ഇവരൊക്കെ ഒരുപാട് പിന്നിലാണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇപ്പം 2-3 പ്രാവശ്യം വോട്ടിംഗ് മാറി മറിഞ്ഞും വന്നിട്ടുണ്ട്. ഇപ്പം ഇന്ന് അനുമോളാണ് മുന്നിലെങ്കിൽ നാളെ നമ്മുടെ അനീഷ് ആയിരിക്കും മുന്നിൽ. അങ്ങനെ മാറി മാറി വോട്ടിംഗ് വരുന്നുണ്ട്. പക്ഷെ ഇവരിൽ ഒരാൾ ബിഗ് ബോസ് സീസൺ 7 വിജയിക്കും, അതിൽ ഒരു സംശയമില്ല. ഇവരാര് 2 പേരും ഇതിൻ്റെ യോഗ്യതയായിട്ടുള്ള ആൾക്കാരാണ്. 2 പേരിൽ ഒരാൾ കപ്പടിക്കും, ഒരാൾക്ക് സെക്കൻഡ് കിട്ടും. 3ാം സ്ഥാനത്ത് ഷാനവാസ് അല്ല നൂറ വരും. എനിക്ക് തോന്നുന്നു ഷാനവാസ് വരുമെന്നാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന പേരുകൾ അനുമോള്, അനീഷ്, ഇവരിൽ ആര് കപ്പടിക്കും എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ. പിന്നെ ഷാനവാസിന്റെ പേര് പറഞ്ഞു. ഷാനവാസ് ഇപ്പം ഇവർ 3ാം സ്ഥാനത്താണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. മാറി മാറി വരുന്ന വോട്ടിംഗ് ഇത് പറഞ്ഞനുസരിച്ച് അനുമോളോ അല്ലെങ്കിൽ അനീഷോ കപ്പടിക്കും, അതിലൊരു സംശയമില്ല. ഇപ്പൊ പുറത്ത് കിടക്കുന്ന ഒരുപാട് സൈബർ അറ്റാക്കിനൊക്കെ ഇത് ചെയ്തത് അനുമോളാണ്. ഒരുപാട് അവിടെ സങ്കടങ്ങളും ഒരുപാട് ചെയ്യാത്തതുമായ കുറ്റങ്ങളും എല്ലാം മറ്റുള്ള മത്സരാർത്ഥികൾ, ഏറ്റവും വിശ്വസിച്ച ബെസ്റ്റ് ഫ്രണ്ട്സ് പോലും അനുമോളെ തള്ളിപ്പറയും ഒക്കെ ചെയ്തുകൊണ്ട് ജനഹൃദയങ്ങളിൽ അനുമോൾക്ക് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനീഷിനോടും അധികം ഒരു ഇതുമില്ലായിരുന്നു. ആദ്യകാലങ്ങളിൽ മാത്രം അനീഷിനോട് അവിടെയുള്ള ഒരു കുറച്ചിത് കാണിച്ചു. അത് ലാലേട്ടൻ കൊടുത്ത് ശാസനെ കൊടുത്ത് പണി കിട്ടും എന്ന് മനസ്സിലാക്കി നേരെ അനുമോടെ നേരെ തിരിഞ്ഞിരിക്കുക. മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ അങ്ങനെയാണ് തിരിഞ്ഞത്. പക്ഷെ അനീഷിന് ഇത്രയ്ക്ക് അനുമോൾ ചെയ്തതിൻ്റെ പകുതിയൊന്നും അനീഷിന് ഒരു യാതൊരു ഇതും ഉണ്ടായിട്ടില്ല അവിടെ. സത്യം പറഞ്ഞത് എല്ലാവരും അനുമോൾക്കെതിരെ തിരിഞ്ഞപ്പോൾ അനീഷിനെ അവരങ്ങ് വിട്ടു. അതാണ് അവിടെ സംഭവിച്ചത്. ആ ഒരു ഇതിൽ അനീഷ് 5 പ്രാവശ്യമുള്ളൂ നോമിനേഷന് വന്നിട്ടുള്ളൂ. എന്നുവെച്ചാൽ എല്ലാവരും അനുമോൾക്കെതിരെയാണ് തിരിഞ്ഞത്. അപ്പോൾ 5 പ്രാവശ്യം മാത്രമേ ഉള്ളൂ അനീഷ് അവിടെ വന്നുള്ളൂ. അനീഷിൻ്റെ കാര്യം എല്ലാവരും മറന്നു. എന്നിരുന്നാലും അത് ഗെയിം കളിച്ചില്ലെന്ന് പറയും. നല്ല ഗെയിമറാണ്. ഏറ്റവും നന്നായി ഇവിടെ മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി അനീഷാണ്. കൃത്യമായി എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത്, കൃത്യമായ പ്ലാനിനോട് ഗെയിം കളിക്കുന്നത് ഇതാണ്. അപ്പോൾ ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും അനീഷിനെ അത് ബാധിക്കുകയില്ല. അതാണ് അനീഷിൻ്റെ മെയിൻ ഗെയിം. മറ്റുള്ളവർ പറയുന്നത് അനീഷ് കേൾക്കാനും പോകുന്നില്ല. അപ്പോൾ ഇവരിൽ ഒരാൾ കപ്പടിക്കട്ടെ. ഷാനവാസ് കുഴപ്പമില്ല, സന്തോഷമില്ല. ഇവർ 3 പേര് ആര് വേണമെന്നാലും നമുക്ക് സന്തോഷമുള്ളൂ. ഇപ്പം അക്ബർ വന്നാലും എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ അക്ബർ നല്ല മത്സരാർത്ഥിയാണ്, അവിടെ നിൽക്കാൻ യോഗ്യനാണ്. ഇപ്പം എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.